ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാധുരി എന്ന ഈ പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന മാധുരി എന്ന ഈ പ്രോഗ്രാമിലൂടെ സങ്കീർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതിലെ ആത്മീയത ഉൾക്കൊള്ളുവാനും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിൻ്റെ സത്ത മനസ്സിലാക്കുവാനുമുള്ള ഒരു ചോദന ഉണ്ട്. അതിലൂടെ ദൈവത്തിൻ്റെ വലിമയും മഹത്വവും തേജസ്സും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. സങ്കീർത്തനങ്ങളുടെ പൊതുഘടനയിൽ സ്തുതിപ്പുകളുണ്ട്, സ്തോത്രങ്ങളുണ്ട്, മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റിയുള്ള ഉയർച്ചതാഴ്ചകളെപ്പറ്റിയുള്ള വർണ്ണനകളുണ്ട്, പരാതികളും പരിഭവങ്ങളുമുണ്ട്. പക്ഷേ അവിടം കൊണ്ട് തീരുന്നില്ല. അതിന് ദൈവം നൽകുന്ന മറുപടികളുമുണ്ട്. ഒരു കൃത്യമായൊരു കാവ്യാവിഷ്കാരം, ഒരു നല്ലൊരു കലാസൃഷ്ടിയുടെ പൂർണ്ണത, ഇതൊക്കെ ഓരോ സങ്കീർത്തനങ്ങളിലും അനുഭവങ്ങളിലുമൊക്കെ വെളിവാകുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ എഴുതിയവർ എല്ലാം തികഞ്ഞവരല്ലായിരുന്നു. വീഴ്ചയിൽ വന്നവരും പശ്ചാത്തപിച്ചവരുമൊക്കെ ശക്തരും പ്രാർത്ഥിക്കുന്നവരുമൊക്കെ ഈ സങ്കീർത്തനകാരന്മാരിലുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളെപ്പറ്റിയൊക്കെ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഈ എപ്പിസോഡിൽ ധ്യാനത്തിനായി, പഠനത്തിനായി 20-ാം സങ്കീർത്തനമാണ് സമർപ്പിക്കുന്നത്. 20-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഈ സങ്കീർത്തനം ഹൃദ്യമായിട്ടുള്ള ഒരു ആശയഗതിയുടെ തുടർച്ചയാണ്. ഒരു അനുഗ്രഹ പ്രയോഗമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ പാട്ടുപുസ്തകമാണ്, പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങളിൽ, പാട്ടുകളിൽ അവൻ്റെ ന്യായപ്രമാണവും ദൈവകൽപ്പനകളും പിതാക്കന്മാരെ പറ്റിയുള്ള സാക്ഷ്യങ്ങളും എല്ലാമുണ്ട്. മുൻ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളുടെ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഉൾപ്പെടുന്നതല്ല. അതിൽ പ്രപഞ്ചമുണ്ട്, പൂർവ്വപിതാക്കന്മാരുടെ അനുസ്മരണങ്ങളുണ്ട്, വേദശാസ്ത്രങ്ങളുണ്ട്, ഒരു വ്യക്തിക്ക് തോന്നുന്ന യാചനകളും പരാതികളും പരിഭവങ്ങളുമുണ്ട്, അതിൻ്റെ മറുപടിയുണ്ട്, എല്ലാമുണ്ട്. ഓരോ ഒക്കേഷനിൽ പാടുന്ന, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും പാട്ടുകളും അനുഗ്രഹ പ്രസ്താവ്യങ്ങളുമൊക്കെ ഈ സങ്കീർത്തനത്തിലുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഉയർന്നു കാണിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഓർത്തോണം, യഹൂദന്മാർ, ഇസ്രായേല്യർ പെരുന്നാളുകൾക്ക് വലിയ പ്രസക്തി നൽകാറുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് പെസഹ, പെന്തക്കോസ്തി, കൂടാര പെരുന്നാളുകൾ, ഈ 3 വലിയ പെരുന്നാളുകൾ അവർക്കുണ്ടായിരുന്നു. കൂടാര പെരുന്നാൾ പോലെയുള്ള ചെറിയ പെരുന്നാളുകളും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ വലിയ പെരുന്നാളുകളും ചെറിയ പെരുന്നാളുകളുമുണ്ട്. അപ്പോൾ ഈ പെരുന്നാളുകളുടെയൊക്കെ അവസാനത്തിൽ ഒരു വലിയ ആശീർവാദം മഹാപുരോഹിതന്മാർ ജനത്തിന് നൽകുമായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെയൊക്കെ പാരമ്പര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യമുണ്ട്. പെരുന്നാളുകളിലും ആരാധനകളിലുമൊക്കെ ഒരു അനുഗ്രഹ വർഷമുണ്ട്, ഒരാശീർവാദമുണ്ട്. വലിയ പെരുന്നാളുകളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ അവസാനമായിട്ട് ഒരു വലിയ ആശീർവാദം, അതൊരു പൊന്തിഫിക്കൽ സെറമണിയായിട്ടാണ് നടത്തപ്പെടുന്നത്. ജനക്കൂട്ടം ഭക്തിയോടും പ്രാർത്ഥനയോടും തിരി കത്തിച്ചു പിടിച്ച് കൈകൾ കൂപ്പി ഭക്തിയോടെ നിൽക്കുകയാണ്. ആ സമയത്ത് പ്രധാനാചാര്യൻ വിശുദ്ധ മദ്ബഹായിൽ നിന്ന് ഒരുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഒരു വലിയ ആശീർവാദം നൽകുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു.
ആത്മീയവും അനുഗ്രഹീതവുമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ സകല വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിക്കട്ടെ. ഇതൊരു സ്ട്രക്ചറുണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് കുറേ അനുഗ്രഹ വർണ്ണനകളുമുണ്ട്. വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെ മധ്യസ്ഥതയാൽ എന്തൊക്കെ ലഭ്യമാകണം, ജനക്കൂട്ടത്തെ മൊത്തത്തിൽ അനുഗ്രഹിക്കുകയാണ്. അതുപോലെ പഴയ നിയമ കാലഘട്ടത്തിലെ അന്നത്തെ നബിമാർ, അന്നത്തെ പ്രധാന പുരോഹിതന്മാർ അവരുടെ വിശുദ്ധ കൈകളെ ഉയർത്തിക്കൊണ്ട് ജനക്കൂട്ടത്തെ അനുഗ്രഹിച്ചു. ദേവാലയത്തിൻ്റെ മുൻപിൽ വന്നുകൂടിയ തടിച്ചുകൂടിയിരുന്ന ജനക്കൂട്ടത്തെ അനുഗ്രഹിച്ചു. അതാണ് ഒരു തവണയും കൂടി നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ്റെ ദൈവം നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ, അവൻ ഈ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. അങ്ങനെ കിടക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഓരോ വാക്യങ്ങളും എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണത മനസ്സിലാകും. ആ അനുഗ്രഹ വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുകയാണ്, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ. അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ നിനക്ക് കഷ്ടകാലത്ത് ദൈവം ഉത്തരമരുളട്ടെ എന്ന് പറഞ്ഞിട്ട് ഉടനെ യാക്കോബിൻ്റെ പേര് പറയുകയാണ്. ഗോത്രപിതാവായ യാക്കോബ്, 12 മക്കളുടെ പിതാവ്, ദീന എന്ന് പറഞ്ഞ മകളുടെ പിതാവ്, അവൻ അനുഭവിച്ച കഷ്ടപ്പാട് അനവധിയാണ്. തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ യേശാവിനെ കബളിപ്പിച്ച് പിതാവിൽ നിന്ന്, ഇസഹാക്കിൽ നിന്ന് ജ്യേഷ്ഠനുള്ള അവകാശം കവർന്നെടുത്തു. നമ്മൾ ഓർത്തു, യാക്കോബിന് ജ്യേഷ്ഠാവകാശം ലഭ്യമായതുകൊണ്ടും അനുഗ്രഹം ലഭ്യമായതുകൊണ്ടും അവൻ്റെ ജീവിതം ശ്രേഷ്ഠമായി തീർന്നുവെന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ തുടർന്നുള്ള യാക്കോബിൻ്റെ ജീവിതം മുഴുവൻ വെല്ലുവിളിയുടേതായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ അമ്മാച്ചൻ്റെ മകളായ റാഹേലിനു വേണ്ടി ദീർഘകാലം അവൻ 7 വർഷത്തോളം അവൻ ലാബാൻ്റെ വീട്ടിൽ കൂലിപ്പണി ചെയ്തു. തണുപ്പും ചൂടും നോക്കാതെ അവൻ്റെ ആടുമാടുകളെ മേയിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. എന്നാൽ ലാബാനാകട്ടെ ശോഭ കുറഞ്ഞ, സൗന്ദര്യം കുറഞ്ഞ തൻ്റെ മൂത്ത മകളായ ലേയെ യാക്കോബിന് കൊടുത്തു, ഇളയ മകളെ കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു, നിനക്ക് റാഹേലിനെ വേണമെന്നുണ്ടെങ്കിൽ നീ വീണ്ടും പണി ചെയ്യണം, നീ വീണ്ടും കഷ്ടപ്പാട് നടത്തണം. അങ്ങനെ വീണ്ടും 7 വർഷം കൂടി യാക്കോബ് ലാബാനെ സേവിച്ചു. അവൻ്റെ ആടുമാടുകൾക്ക് കാവലിരുന്നു. അവന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചു. ഉറക്കമില്ല, ഊടില്ല, സമാധാനമില്ല, തനിക്കിഷ്ടപ്പെടാത്ത ലേ എന്ന സ്ത്രീയോടുള്ള വാസം, അങ്ങനെ എല്ലാ പ്രയാസങ്ങളും. അങ്ങനെ 7 വർഷം കഴിഞ്ഞപ്പോൾ റാഹേലിനെ കിട്ടി. അപ്പോൾ അവൻ ആഗ്രഹിച്ചിട്ട് 14 വർഷങ്ങൾ പിന്നിട്ടു റാഹേലിനെ കിട്ടിയപ്പോൾ. അപ്പോൾ ആലോചിച്ചോണം, അവൻ ആദ്യകാലത്ത് ആഗ്രഹിച്ച സമയത്തുണ്ടായിരുന്ന റാഹേലിൻ്റെ സൗന്ദര്യവും ആരോഗ്യവും ബലവും ഒക്കെ ഈ 14 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വഞ്ചന നടത്തിയ യാക്കോബിന് തിരിച്ചും അതേ അളവിൽ വഞ്ചന കിട്ടി. പിന്നീട് യാക്കോബിൻ്റെ മക്കൾ, ആ മക്കളെ അവൻ വളർത്തിക്കൊണ്ടുവന്നു. മക്കളെ കാണാതാകുന്നു, ജോസഫിനെ കാണാതാകുന്നു. അങ്ങനെ പുത്രന്മാരുടെ സാന്നിധ്യമില്ലായ്മ യാക്കോബിനെ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഈ വേദനകൾക്ക് നടുവിലും അവൻ പിടിച്ചു നിൽക്കുന്നു. പിന്നീട് യാക്കോബിൻ്റെ തലമുറ അടിമത്തത്തിലേക്ക് പോകുന്നുണ്ട്, വേദനയിലേക്ക് പോകുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു അനുഭവത്തിലൂടെ യാക്കോബ് കടന്നുപോയിട്ടും പിന്നീടുള്ള യാക്കോബിൻ്റെ ജീവിതം വേറൊരു തലത്തിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെടുന്ന ജനത്തോട് യാക്കോബിൻ്റെ ദൈവം നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പറയുന്നത്. ഇത് പൂർവ്വകാലത്ത് പിതാക്കന്മാർ, ആത്മീയ പിതാക്കന്മാരും ഭൗതിക പിതാക്കന്മാരും ഒക്കെ അവരുടെ തലമുറയോട് പറയുന്നതാണ്, യാക്കോബിൻ്റെ ദൈവം നിന്നോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം നിന്നെ പരിപാലിക്കുമാറാകട്ടെ. സുറിയാനി ക്രിസ്ത്യാനികളുടെ വിവാഹ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് പാടുന്നുണ്ട്, ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ
ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. എന്നിട്ട് ആദിമ നീതിജ്ഞന്മാരാരൊക്കെയാണെന്ന് പറയുകയാണ്. ആദാമിനെ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. മിസ്രൈനിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. പ്രിയമുള്ളവരെ, ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ അനുഗ്രഹമാരിയുടെ ചില കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. നമുക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അടിസ്ഥാനപരമായ പ്രാർത്ഥന ഏതാ? ദൈവം നിൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും നിന്നോട് ഉത്തരമരുളട്ടെ. ഉത്തരമരുളുക എന്ന് പറയുമ്പോൾ ഓർത്തോണം, നിൻ്റെ ചോദ്യത്തിന് ഉത്തരം തരട്ടെ. കുറിയേലായിസോ എന്ന് പറയുമ്പോൾ കർത്താവ് എന്നോട് ഉത്തരമരുളി ചെയ്യണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഉള്ളത്. ദൈവം ഉത്തരമരുളുക എന്ന് വെച്ചാൽ ഓർത്തോണം, ദൈവം നമ്മളോട് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരികയാണ്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായി, സാധാരണയായിട്ട് ചോദ്യം ചോദിക്കുന്നത് സബോർഡിനേറ്റീവ്സിനോടാണ്. സാധാരണയായിട്ട് താഴെയുള്ളവർ മുകളിലുള്ളവരോട് ചോദിച്ചാൽ സംശയം ചോദിക്കുക, അപേക്ഷ സമർപ്പിക്കുക എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നോട് ഓർത്തോണം പ്രിയമുള്ളവരെ, ദൈവം ഉത്തരമരുളുക എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ദൈവത്തോട് നമ്മൾ ചോദ്യം ചോദിക്കുകയാണ്. അതായത് പല സംശയങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പരാജയങ്ങൾ വരുമ്പോൾ, വീഴ്ചകൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ, ദൈവമേ എന്തുകൊണ്ട്, എങ്ങനെ ഇത് വന്ന് ഭവിച്ചു, ഞാൻ ഈ പരീക്ഷയിൽ അകപ്പെടണമോ, മറ്റുള്ളവനത് കിട്ടുന്നില്ലല്ലോ. ഒരുപാട് സംശയങ്ങളുണ്ട്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുമ്പോഴും നാം വേദനിക്കപ്പെടുമ്പോഴും ഒക്കെ നമ്മൾ 100 ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് ദാവീദ് അതിനെല്ലാം ഒറ്റ മറുപടിയായിട്ട് പറഞ്ഞത്, കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. നമ്മുടെ കഷ്ടകാലത്തിൻ്റെ സമയത്ത് നമ്മളിൽ ഉദിക്കുന്ന ചോദ്യങ്ങൾ, അങ്കുരിക്കുന്ന സംശയങ്ങൾ, അത് ദൈവനാമത്തിൽ സമർപ്പിക്കണം. അത് മറ്റു പലരോടും ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആ സമയത്ത് പറയുന്നത്, കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളും, യാക്കോബിൻ്റെ ദൈവം നിന്നെ സംരക്ഷിക്കും. കഷ്ടകാലത്ത്, ക്ഷാമകാലത്ത്, ദോഷകാലത്ത് യാക്കോബിനോടൊപ്പം ഉണ്ടായിരുന്ന ദൈവം നിന്നെയും കരുതും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രിയമുള്ളവരെ, ഇത് അനുഗ്രഹ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ, യാക്കോബിൻ്റെ ദൈവം എന്ന് പറഞ്ഞല്ലോ. ഈ പൂർവികരെ വേണ്ട, വിശുദ്ധന്മാർ വേണ്ട, നിർമ്മലന്മാരെ വേണ്ട, അവരെ ആദരിക്കേണ്ട, അവരൊന്നും ഇല്ലാത്ത ഒരു സമൂഹത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. സങ്കീർത്തനക്കാരൻ പ്രത്യേകിച്ച് പറയുകയാണ്, യാക്കോബിൻ്റെ ദൈവം. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർത്തോണം, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അത് പുതിയ പഴയ നിയമങ്ങളുടെ പ്രമാണമാണ്. പിതാക്കന്മാരുടെ ദൈവം. പുതിയ നിയമത്തിൽ വംശാവലി തുടങ്ങിയപ്പോൾ പൂർവ്വപിതാക്കന്മാരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ്, അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ്, രേഖപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവിൻ്റെ ജനനത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഈ പിതാക്കന്മാർ, പെട്രോളജി ഇല്ലാത്ത ഒരു ആത്മീയത നമുക്കില്ല. പിതൃവിജ്ഞാനി നമുക്ക് വേണം. നമ്മളുടെ പൂർവികന്മാരെ പറ്റി അറിയണം, അവരുടെ വഴിത്താരകളെ പിന്തുടരണം. യാക്കോബിൻ്റെ ദൈവം, അതുകൊണ്ടാണ് പറയുന്നത് അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ഭയമായവൻ, യാക്കോബിൻ്റെ അഭയമായവൻ. ഇതൊക്കെ നമ്മളുടെ ഒരു പ്രാർത്ഥനയുടെ സമർപ്പണമാണ്. അപ്പോൾ യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവമല്ല എന്നർത്ഥമില്ല, മറിച്ച് നമ്മൾ ആ ഒരു പൂർവ്വപിതാക്കന്മാരുടെ പദ്ധതിയുടെ ഭാഗമായി തീരുകയാണ്. കന്യകമറിയാം തന്നെക്കുറിച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ സാക്ഷ്യം പറഞ്ഞത്, കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അമ്മയെക്കൊണ്ട് പരിശുദ്ധ റൂഹ പറയിപ്പിച്ചതാണ്. പരിശുദ്ധാത്മാവ് നിറവിൽ അവൾ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ അമ്മയെ ഭാഗ്യവതി എന്ന് പറയാൻ എല്ലാവർക്കും പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ദർശിച്ച ആ വഴുത്താരയിലുള്ളവർക്ക് മാത്രമേ അമ്മയെ ഭാഗ്യവതി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മളുടെ ഭക്തി എന്ന് പറയുന്നത് ഈ 1950 ശേഷം രൂപം കൊണ്ട ഭക്തിയല്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് 2000 ശേഷം രൂപം കൊണ്ട ഏതാനും കൂടാരങ്ങളുടെ അനുഭവങ്ങളല്ല, ഏതാനും ഉടമ്പടിയുടെ ഭാഗമല്ല. നമ്മളുടെ വിശ്വാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് അതങ്ങ് കിടക്കുകയാണ്. അബ്രഹാമിൽ, ഇസഹാക്കിൽ, യാക്കോബിൽ കിടക്കുകയാണ്. ആദ്യ പിതാവായ ആദാമിൻ്റെ അനുഭവത്തിൽ കിടക്കുകയാണ്. സൃഷ്ടാവായ ദൈവത്തിൽ കിടക്കുകയാണ്. അതങ്ങനെ ദൈവത്തിൽ തുടങ്ങി ആദമിലൂടെ ഇങ്ങനെ സന്നിവേശിപ്പിച്ച് സംവേദിപ്പിച്ച് ഗോത്രപിതാക്കന്മാരിലൂടെ കടന്നു വന്ന്, പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന്, രാജാക്കന്മാരിലൂടെ, ഉപദേഷ്ടാക്കന്മാരിലൂടെയും കടന്നു വന്ന്, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ വീണ്ടും
അത് പുതുക്കി അപ്പോസ്തോലന്മാരിലൂടെ വീണ്ടും സംവേദിപ്പിച്ച് അവരുടെ പിൻഗാമികളായ മൽപ്പാന്മാരിലൂടെയും പട്ടക്കാരിലൂടെയും മേൽപ്പട്ടക്കാരിലൂടെയും പിതാക്കന്മാരിലൂടെയും നമ്മളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ ആയിത്തീരുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റുമുണ്ട്. ഈ സാക്ഷികളുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വിശ്വാസത്തെ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം, ഒന്നുകൂടി ഒന്ന് പുനർജീവൻ നൽകണം. എൻ്റെ യാക്കോബിൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ എത്ര സന്തോഷമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭകളിൽ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അവരുടെ അപ്പച്ചൻ്റെ പേരിടും, അപ്പച്ചന്മാരുടെ പേരിടും, പൂർവ്വപിതാക്കന്മാരുടെ പേര്. പെൺകുട്ടിയാണെങ്കിൽ അമ്മച്ചിമാരുടെ പേരിടും. കാരണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ, അപ്പം ഒരു തോമസ് ഉണ്ട്. തോമസ് ആണെങ്കിൽ ആ കുഞ്ഞിന് അതിൻ്റെ ആ തോമസ് എന്നുള്ള പേര് കുഞ്ഞിന് മാമോദീസ പേര് നൽകുകയാണ്. അപ്പോൾ എല്ലാവരും പറയും കുഞ്ഞു തോമാച്ച എന്ന് വിളിച്ച് കുഞ്ഞോമാച്ച എന്ന് പിന്നീട് വിളിക്കാൻ തുടങ്ങും. ഇതെന്താണെന്നറിയാമോ? ആ കുഞ്ഞ് ഈ പൂർവ്വപിതാവിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ചോരയുടെയും നീരിൻ്റെയും ഭാഗമാണ്, അവരുടെ രൂപഭാവമുള്ളതാണ്. വീണ്ടും ഒരു ജനനം, വീണ്ടും അത് കുഞ്ഞായി വരികയാണ്, കുഞ്ഞിലൂടെ അത് തുടർന്നു പോകുന്നുവെന്ന് ഓർപ്പിക്കുകയാണ്. ഇതൊരു വലിയ വിശ്വാസമാണ്. വീണ്ടും ഞാൻ പറയട്ടെ, കഷ്ടകാലത്ത് യഹോവ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ദൈവം നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ ആ പൂർവ്വവിജ്ഞാനീയത്തിൻ്റെ അടിത്തറയെല്ലാം വരികയാണ്. വിശുദ്ധ സിംഹാസനത്തിൽ നിന്നുകൊണ്ട്, വിശുദ്ധ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇസ്രായേലിനെ അനുഗ്രഹിച്ച, അന്നത്തെ കാലത്ത് അനുഗ്രഹത്തിനു വേണ്ടി ഉപയോഗിച്ച പ്രാർത്ഥന, ദാവീദിൻ്റെ ഈ സങ്കീർത്തനം അന്നവർ പൊതുവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത് പറയുന്നു, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമയക്കുമാറാകട്ടെ. വിശുദ്ധ മന്ദിരം എന്ന് പറയുമ്പോൾ യഹൂദൻ്റെ വിശുദ്ധ മന്ദിരം ഇസ്രായേൽ ദേവാലയമായിരുന്നു, യെരൂശലേം ദേവാലയമായിരുന്നു. വലിയ പെരുന്നാളുകൾക്ക് ജനങ്ങളെല്ലാം കൂടും. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധാന്തർ മന്ദിരം എന്നുള്ളതിന് മറ്റർത്ഥങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമെന്ന് പറയുന്നത് അനുഗ്രഹങ്ങളുടെ കലവറയാണ്, വിശുദ്ധമായ ബലിവേദി, വിശുദ്ധമായ പ്രാർത്ഥനാ സ്ഥലം, അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. നമ്മുടെയൊക്കെ ആലയങ്ങൾ, പുതിയ നിയമ ആലയങ്ങൾ ഒത്തിരിയുണ്ട്. അനുഗ്രഹങ്ങൾ സംവേദിപ്പിക്കുന്ന സ്ഥാനങ്ങളാണ് ഓരോ ആരാധനാലയങ്ങളും. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം ശ്രേഷ്ഠമാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സിംഹാസനം പോലെ വിശുദ്ധ ദേവാലയങ്ങളിലും വിശുദ്ധമായ സ്ഥാനങ്ങളുണ്ട്. ചിലരൊക്കെ പഠിപ്പിക്കും, കർത്താവ് ജീവൻ വെടിഞ്ഞപ്പോൾ ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറിപ്പോയതല്ലേ, ആ കീറിയ തിരശ്ശീല വീണ്ടും എന്തിനാ കൊണ്ട് വയ്ക്കുന്നതെന്ന് ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും അറിവില്ലാതെ ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ കർത്താവ് ജീവനെ വെടിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന പല സംഭവങ്ങളുടെ ഒരു പ്രകടനമാത്. തിരശ്ശീല മുകൾ തൊട്ടടി വരെയും കീറിപ്പോയി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സ്പർശനത്താലോ മനുഷ്യൻ കീറിയതൊന്നുമല്ല. മുകൾ തൊട്ടടി വരെയും കീറിപ്പോയെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി അവതരിച്ച കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി അറുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പ്രതീകം മാത്രമേ അവിടെയുള്ളൂ. തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ കീറിപ്പോയി. അതിനുശേഷം ആ പുതിയൊരു വഴുത്താര കാണിച്ചു തരികയാണ്. ആ വഴുത്താര എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന മൃഗബലികളൊക്കെ മാറി പുതിയൊരു വഴുത്താര, അപ്പവും വീഞ്ഞും വെച്ചുള്ള വിശുദ്ധമായ ബലി. നമ്മളൊക്കെ പാടാറില്ലേ, തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി തവ മോക്ഷമാർഗം തുറന്നു, എന്നുള്ളമേ സ്തുതിക്ക നീ, പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി. ഈ പാടുന്നവർക്ക്, തെറ്റായി പഠിപ്പിക്കുന്നവർ പോലും ശരിയായിട്ട് പാടാറുണ്ട്, വേദവാക്യം വെച്ച് പാടാറുണ്ട്. കർത്താവ് തൻ്റെ ദേഹമാകുന്ന തിരശ്ശീല ചീന്തി, അതിൻ്റെ പ്രതീകം അവിടെ നടന്നത്. ഇനിയും തൊട്ട് പുതിയൊരു വഴുത്താര തുറന്നു തന്നു. ബലികളില്ലാത്ത, യാഗങ്ങളില്ലാത്ത, രക്താർപ്പണ യാഗമില്ലാത്ത ഒരു പുതിയ ബലി, കർത്താവിൻ്റെ പുതിയ നിയമ ബലി, ക്ഷമയിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായ ബലി. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ആ വിശുദ്ധമായ കർമ്മങ്ങളുടെയൊക്കെ ഒരു
പ്രകടനമാണ് വിശുദ്ധമായ ദേവാലയങ്ങളിൽ നടക്കപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധാന്തർ മന്ദിരങ്ങൾ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരങ്ങൾ അനുഗ്രഹദായകമാണ്. പള്ളിയിൽ പോകണ്ട, ആരാധനാലയങ്ങളിൽ പോകണ്ട, വിശുദ്ധ കുർബാന വേണ്ട എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. പുരോഹിതൻ വേണ്ട, പൗരോഹിത്യം വേണ്ട എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പുരോഹിതനും വേണ്ട, പൗരോഹിത്യവും വേണ്ട, ദേവാലയവും വേണ്ട, ബലിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഏതാനും ചില വ്യക്തികളിലേക്ക് ഇന്ന് ക്രോഡീകരിക്കപ്പെടുകയാണ്, കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ആ അവിശ്വാസത്തെയാണ് എതിർക്കേണ്ടത്. പ്രിയമുള്ളവരെ, സത്യവിശ്വാസം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കണം. കാരണം അന്നത്തെ കാലത്ത് ഓർത്തോണം, അന്നത്തെ പ്രധാനപ്പെട്ട പുരോഹിതന്മാർ ഇസ്രായേൽ ജനത്തിന് നൽകിയ ആ അനുഗ്രഹ പ്രഖ്യാപനം, ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ ഉയർന്നു കേട്ട ആ പ്രഖ്യാപനം, അത് ശ്രേഷ്ഠമാണ്. രാവിലെ ദിവസവും ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധികൾ നിമിത്തം 7 പ്രാവശ്യം അവനെ സ്തോത്രം ചെയ്യും. ഈ ദാവീദ് രാജാവ് ദൈവത്തിന് വേണ്ടി ഒരു ആലയമുണ്ടാക്കാൻ കൊതിച്ചു, അതിന് വേണ്ടതെല്ലാം കരുതി വെച്ചു. എന്നാൽ പൂർത്തിയായത് ശലോമോൻ്റെ കാലഘട്ടത്തിലാണ്. ദൈവം ദാവീദിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല. പക്ഷെ അതിനുവേണ്ടിയെല്ലാം കൊതിച്ച് കരുതി വെച്ചു. സ്വർണവും വെള്ളിയും രത്നവും തടിയും കല്ലും എല്ലാം കരുതി വെച്ചു. ശലോമോന് പണിഞ്ഞാൽ മാത്രം മതിയായിരുന്നു, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു പറഞ്ഞു. കാരണം അവൻ പുരോഹിതനും കൂടിയ, രാജാവും കൂടിയ, ന്യായാധിപനും കൂടിയ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പർവ്വതമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആവാസകാല കേന്ദ്രമാണ്. സ്വർഗീയ സിയോൻ, മഹത്വമേറിയ സിയോൻ. സിയോൻ സേനകളെന്ന് പിൽക്കാലത്ത് നെഗറ്റീവായിട്ട് പലരും പറഞ്ഞു, തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. എന്നാൽ സ്വർഗീയ സിയോൻ എന്ന് പറയുന്നത്, ഹെവൻലി സിയോൻ എന്ന് പറയുന്നത് ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്തിൻ്റെ ഭാഗമാണ്. സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിച്ച് ആശീർവദിച്ചു പറഞ്ഞു. അപ്പോൾ ആരാധനാ കേന്ദ്രീകൃതമായൊരു, ദേവാലയ കേന്ദ്രീകൃതമായൊരു ഭക്തി, ഒരു പ്രാർത്ഥനാനുഭവം, അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടാണ് വീണ്ടും പറയുന്നത്, സിയോനിൽ നിന്ന് ഒരനുഗ്രഹമുണ്ടാകട്ടെ. പട്ടത്തെ ശുശ്രൂഷയിൽ, മേൽപ്പെട്ട സ്ഥാനാരോഹണത്തിൽ, പ്രത്യേകിച്ച് ദണ്ട് കൈമാറുമ്പോൾ, അധികാരദണ്ട് കൈമാറുമ്പോൾ, അംശവടി കൈമാറുമ്പോൾ, സിയോനിൽ നിന്നങ്ങേക്കായി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ദൈവം തമ്പുരാൻ സിയോനിൽ നിന്ന് ഒരു ദണ്ട് അങ്ങേക്ക് വേണ്ടി നൽകുകയാണ്. അങ്ങ് മഹത്വത്തോടും പ്രത്യാശയോടും കൂടി വാഴണം, തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് വാഴണം, സേവനം ചെയ്യണം. അത് ദൈവം അങ്ങേക്ക് വേണ്ടി നൽകുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം നൽകുന്ന അനുഗ്രഹം മേൽപ്പട്ടക്കാരുടെ സ്ഥാനം മാത്രമല്ല, പട്ടക്കാരുടെ സ്ഥാനം മാത്രമല്ല, സമ്പന്നൻ്റെയോ പ്രതാപിയുടെയോ സ്ഥാനം മാത്രമല്ല. സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും പറയാൻ സാധിക്കണം, എൻ്റെ ദൈവം വസിക്കുന്ന പർവ്വതത്തിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ആരാധനാലയം വേണം, സഭ വേണം, പ്രാർത്ഥനയ്ക്കുള്ള പട്ടത്തെ ശുശ്രൂഷകൾ വേണം. ഇതെല്ലാം നമുക്കുണ്ടാകണം. ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയുടെ ഒരു വിശകലനമായ യഥാർത്ഥത്തിൽ സങ്കീർത്തനക്കാരൻ നൽകുന്നത്. വീണ്ടും പറയുന്നു, നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെ അവൻ ഓർക്കട്ടെ. കാരണം പഴയ നിയമത്തിൽ വഴിപാടുകൾ ഒരുപാട് അർപ്പിക്കണമായിരുന്നു. പെരുന്നാളുകൾ വരുമ്പോൾ, ശാബത്തുകൾ വരുമ്പോൾ, പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ജനങ്ങൾ വഴിപാടുകൾ ദേവാലയത്തിൽ കൊണ്ടുപോകും, സമർപ്പിക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന അവസരത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുമായിരുന്നു, നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ, ഹോമയാഗം അവൻ വിലമതിക്കട്ടെ. പിൽക്കാലത്ത് അതേ ദാവീദ് പറഞ്ഞു, ഹോമയാഗവും ഹനനയാഗവും നീ ഇഷ്ടപ്പെടുന്നില്ല, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സ്. പ്രിയമുള്ളവരെ, ഈ ഹോമയാഗം നമുക്കൊരു ദർശനമാകണം. ഹനനയാഗവും ഹോമയാഗവും എന്ന് പറയുമ്പോൾ അവിടെ അറുക്കപ്പെടുന്ന ഒരു കുഞ്ഞാടുണ്ട്, ഒരു മൃഗമുണ്ട്, ഒരു ധൂപയാഗം അർപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കും വേണ്ടി വലിയ ബലിയായി തമ്പുരാൻ അർപ്പിക്കപ്പെട്ടു. നമ്മുടെ ഹോമയാഗമെന്ന് പറയുന്നത് ഓർത്തോളം ഇന്ന് രക്തവും മാംസവും ഒന്നുമല്ല, മൃഗജാലങ്ങളല്ല. നമ്മുടെ ഹോമയാഗം എന്ന് പറയുന്നത് പശ്ചാത്താപത്തോടെയുള്ള മനസ്സാണ്. അത് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു വിശ്വാസിക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ.
ആ ഒരു അനുഗ്രഹാശംസയുടെ അവസാന ഭാഗമാണ് 4-ാമത്തെ വാക്യം, 20:4 സങ്കീർത്തനം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. എൻ്റെ ദൈവത്തിന് നൽകാവുന്നതാണോ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം? എൻ്റെ താല്പര്യം ദൈവത്തിന് നിവർത്തിക്കാവുന്നതാണ്. ദൈവത്തിന് നിവർത്തിക്കാവുന്ന ആഗ്രഹം, ദൈവത്തിന് നൽകാവുന്ന ആഗ്രഹം, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലും നമ്മളുടെ മനസ്സിലും ഉണ്ടാകണം. നമ്മുടെ താല്പര്യം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം നിവർത്തിക്കപ്പെടണം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ, ഇന്നു ഞാൻ വരുന്നു നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.